നമുക്ക് നല്ല ചിക്കൻ കറി നെച്ചോറും കഴിച്ചാലോ. ആദ്യം നല്ല ഫ്രഷ് ബീഫ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലോട്ടിട്ട് അതിനുശേഷം നമ്മൾ മസാലകൾ മല്ലിപ്പൊടി പിന്നെ ബീഫ് മസാല കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും ഇട്ടതിന് ശേഷം കുക്കറിലോട്ട് വെച്ച് ആ ബീഫ് വേവുന്ന വരെ നല്ല രീതിക്ക് ഫിസിലടിക്കണം കേട്ടോ. ഫിസിലടിച്ചതിന് ശേഷം നമുക്ക് ആ ബീഫ് വറവിട്ടെടുക്കണ്ടേ. നമ്മൾ ബാച്ചിലേഴ്സിൻ്റെ റൂമിൽ ബീഫ് കറി എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നമുക്ക് എന്തൊക്കെ അറിയുന്നു ആ രീതിക്കെല്ലാം പരീക്ഷണങ്ങളാണ്. അപ്പം നമ്മൾ ഉള്ളിയും നെയ്യും കാര്യങ്ങളെല്ലാം കൂടി സെറ്റാക്കിയതിന് ശേഷം അതിനോട് തക്കാളി ഇട്ട് കൊടുക്കുക. നല്ല മസാല വഴണ്ട് വരുന്ന വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഉള്ളിയെല്ലാം അതിന് ശേഷം അതിലോട്ട് ഗരം മസാല പിന്നെയും മഞ്ഞൾപ്പൊടി മസാല ഉപ്പ് അതൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് ഒന്ന് വെന്തതിന് ശേഷം അതിലോട്ട് നല്ല കുരുമുളക് പൊടി നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ടേസ്റ്റ് പിന്നെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ കുക്കറിൽ വെച്ച ബീഫ് വെന്തോന്ന് അറിയണ്ടേ. അതിനോട് ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, വിസിൽ മാറ്റിയിട്ട് വേണം നോക്കാൻ. അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല അതിലോട്ട് തട്ടിക്കൊടുക്കുക. അതിനുശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സ്ലോ ഫ്ലെയിമിൽ വേവിച്ച് കൊടുക്കുക കേട്ടോ. ഏറ്റവും ചെറിയ തീയിൽ വേവിച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പുതിനയില അതിൻ്റെ മുകളിലോട്ട് നല്ല രീതിക്ക് വിതറി കൊടുക്കുക. അതിനുശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളെ പ്രവാസികളുടെ റൂമിലെ ചിക്കൻ കറിയും നെച്ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ നെച്ചോറിലോട്ട് കുറച്ച് ബീഫ് ആ കറി അങ്ങോട്ട് ഒഴിക്കുക. ആ വെന്ത ബീഫ് ചെറുതായിട്ടൊന്ന് ഉടച്ച് ചോറിലോട്ട് മിക്സാക്കി കഴിക്കുക. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയുകയല്ല, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.